ഹലോ ലവ്ലീസ്, അലാസ്കയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതുവരെ ഈ സീരീസിൽ കണ്ടതിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ഉത്തരമാണ് ഈ പുതിയ അധ്യായം. കഥയിലെ സുപ്രധാനമായ ആ പ്ലെയിൻ ക്രാഷ്, അതിൻ്റെ ഉദ്ദേശം ഹാവലോക്കിനെ വധിക്കാനാണെന്ന് നമ്മൾ വഴിയെ മനസ്സിലാക്കിയെങ്കിലും ഒരു ഞെട്ടിക്കുന്ന റെവലേഷൻ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒടുക്കത്തിലായി ഫ്രാങ്ക് കണ്ടെത്തിയത്. എല്ലാറ്റിനും പിന്നിൽ കൂടെ നിന്ന് പിന്താങ്ങിയ സിഡ്നിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇതേസമയം FBI വണ്ടിയിലായി സ്റ്റേറ്റ്സിലേക്ക് വിലങ്ങണയിച്ച് കൊണ്ടുപോകുന്ന ഹാവലോക്കിനും ഇക്കാര്യം നേരത്തെ മനസ്സിലായിരുന്നു. എങ്ങനെയെന്നാ നമ്മൾ കണ്ടില്ലേ, വിൻസെന്റ് തിയോയെ സിഡ്നിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫ്രാങ്കുമായി ചെന്ന് ചോദ്യം ചെയ്തത്. ആ ക്വസ്റ്റ്യനിങ്ങിനിടെയായിരുന്നു കുളിക്കാൻ നിന്ന ക്രിമിനലിനെ പിടിച്ചുകൊണ്ടെത്തിച്ച് അവനവിടെ നിക്കറുടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് ഫ്രാങ്കിനെ പെട്ടെന്ന് വിളിപ്പിച്ചപ്പോൾ അഴിക്കുള്ളിൽ വിൻസെന്റിനൊപ്പം സിഡ്നി മാത്രമായിരുന്നു. ആരുമില്ലാത്ത ആ സാഹചര്യത്തിൽ അവളെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എന്തു മണ്ടത്തരോ താൻ കാണിച്ചെന്നും പോലീസിന്റെ മുന്നിലേക്ക് ചെന്ന് ചാടിയ വിഡ്ഢിത്തത്തെക്കുറിച്ച്. തിയാഗോയുടെ മറുചോദ്യം, നമ്മൾ തമ്മിലുള്ള ഇടപാട് മാർഷൽസിന് ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ എന്നും. അയാൾക്കുള്ളിലെ ബഗ് വഴി ഇതെല്ലാം കേട്ട ഹാവലോക്കിന് തന്നെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് വ്യക്തമായപ്പോൾ ഇപ്പോൾ വാനിൽ തൊട്ടു മുന്നേ തന്നെ ഉണ്ട് അവൾ. അടുത്തിരിക്കുന്ന FBI ഉദ്യോഗസ്ഥർ മിണ്ടാരിടാ എന്നൊക്കെ പറയുന്നത് വകവയ്ക്കാതെ ഹാവലോക്ക് എല്ലാ സത്യവും വിളിച്ചത് കൊണ്ടുവരുന്ന സംസാരത്തിൽ ട്രിഗേർഡായി സിഡ്നി ചെയ്യുന്നതോ തോക്കിൻ്റെ ട്രിഗറെടുത്ത് വലിക്കാൻ ഒരുങ്ങുന്നു. അവളെ ഹാവലോക്കിനടുത്തുനിന്ന് മാറ്റാൻ ഫ്രാങ്ക് അടിയന്തരമായി പറഞ്ഞ് വിളിക്കുന്നതിലും അത് വൈകിയെന്ന് കാണിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ടുള്ള പിടിവലിയും അറ്റാക്കുമൊക്കെ. സിഡ്നി നല്ല രീതിക്ക് ഒരുമിട്ടിറങ്ങി ഹാവലോക്കിനെ തീർക്കാൻ ശ്രമിക്കുന്നതിനിടെ കൂടി പോലീസുകാരും പിടികൂടാൻ ശ്രമം നടത്തുന്നതിനിടെ ഡ്രൈവർക്ക് വെടിയേറ്റ് കൺട്രോൾ തെറ്റി വണ്ടി നല്ല ഫോഴ്സിൽ ചെന്ന് മുന്നിലുള്ള വണ്ടിയിലിടിച്ച് ഒരു ശക്തമായ ക്രാഷ് ഉണ്ടാവുകയാണ്. ആ ഒരു ആഘാതത്തിൽ നിന്നും ആദ്യം വെരുപിടിച്ച് എഴുന്നേൽക്കുന്നത് സിഡ്നിയാണ്. ഉടൻ തോക്ക് പരിധി ഹാവലോക്കിനെ പിടിച്ചവൻ്റെ കൊങ്ങയ്ക്കോട്ട് കയറുന്ന സന്ദർഭം. ഈ ഇരുവരും തീവ്രവൈരികളായി മാറുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ജസ്റ്റ് ഒരു മാസം മുന്നേ വരെ അടയും ചക്രയുമായി നിന്നവരാണ് ഈ രണ്ടുപേരും. അന്ന് ഫ്രാൻസിലെ ഇരുവരുമൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഹാവലോക്ക് മനസ്സ് തുറന്നത് ആളുടെ ആശങ്കയെക്കുറിച്ചായിരുന്നു. കാരണം CIA വേണ്ടി കാലങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഏജന്റ് എലിസബത്ത്. ഒരു സാഹചര്യത്തിൽ അവളെ വധിക്കാൻ തീരുമാനമെടുത്ത് CIA നിയോഗിച്ചത് ഹാവലോക്കിനെയായിരുന്നു. പക്ഷെ അവനവരെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അന്നു മുതൽക്കുള്ള ചിന്തയാണ് തൻ്റെ സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഹാവലോക്കിനെ കൊണ്ട് CIയുടെ പദ്ധതികൾ തീർന്നു കഴിഞ്ഞാൽ അവരവനെ പൊന്നാട ചൂടി പറഞ്ഞയക്കാൻ പോടില്ലെന്ന് അവന് ഉറപ്പാണ്. ഇതുപോലെ അങ്ങ് തട്ടും. ഈ പരിപാടി നടത്തി പുറത്തു കടക്കാൻ ഒരു എക്സിറ്റ് പ്ലാൻ മെനയണമെന്ന് നിന്നാലും പക്ഷേ സിഡ്നി സമാനിപ്പിച്ചത് CIക്ക് ഒരു ഭീഷണി ആകാത്തിടത്തോളം ഒട്ടും പേടിക്കേണ്ടെന്നായിരുന്നു. ഇവിടെ നിൽക്കെ സിഡ്നിക്ക് വന്നൊരു എമർജൻസി കോളിൽ അവരുടെ സീക്രട്ട് സേഫ് ഹൗസിലെത്തിയപ്പോൾ അത് മറ്റൊരു തിരിച്ചറിവിൻ്റെ മുഹൂർത്തമായിരുന്നു. വിക്ടർ വോസ് റഷ്യൻ അമേരിക്കനാണ്. CIയുടെ ഏജന്റായി പ്രവർത്തിച്ചു. എന്നാൽ പിൽക്കാലത്ത് റഷ്യയ്ക്ക് വേണ്ടി തങ്ങളെ ഒറ്റിക്കടന്ന ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരാളാണ്. ഇയാളിപ്പോൾ ഏജൻസിയിലെ ഒരുവൻ്റെ വീട്ടിൽ പോയി കീഴടങ്ങിയതിൻ്റെ പ്രധാന കാരണം റഷ്യയും ഇയാൾക്കെതിരെ തിരിഞ്ഞു. അവർ വിക്ടറെ കൊല്ലാൻ കൂലിപ്പടയാളികളെ അയച്ചിട്ടുള്ളതിനാൽ സിഡ്നി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞങ്ങനെ അവളെ സേഫ് ഹൗസിലേക്ക് വിളിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കാര്യം സിഡ്നിയുടെ അച്ഛൻ സത്യത്തിൽ മരിച്ചത് എങ്ങനെയാണെന്ന് അയാൾക്കറിയാം. അത് പറയാം, പക്ഷേ വിക്ടർക്ക് തോക്കിന് മുന്നിലാകാതെ സേഫ് ആകാൻ ഒരു പുതിയ ഐഡൻറ്റിറ്റിയും സ്ഥലവും വേണം. ഇതാണ് അയാൾ സിഡ്നിക്ക് മുന്നിൽ വയ്ക്കുന്ന ഡീൽ. അഫ്ഗാനിസ്ഥാനിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ കൂടുണ്ടായിരുന്നവരെ രക്ഷിക്കാൻ സ്വയം ജീവത്യാഗം ചെയ്താണ് സിഡ്നിയുടെ പിതാവ് മരിച്ചതെന്നാണ് CIA അറിയിച്ചിരുന്നത്. പക്ഷേ ഇത് കള്ളമാണെന്ന് വിക്ടർ പറയുമ്പോൾ സിഡ്നി ആദ്യം അയാളെ നമ്പുന്നില്ലെങ്കിലും പിന്നീട് അവൾ നിന്ന് പോവുകയാണ്. കാരണം കുട്ടിക്കാലത്ത് അവൾ വരച്ച ഡ്രോയിങ് പിതാവ് എപ്പോഴും പേഴ്സിൽ സൂക്ഷിക്കുമായിരുന്നു. അതിപ്പോൾ വിക്ടറുടെ കയ്യിലും. ഒടുവിൽ തെളിഞ്ഞു വരുന്നത് പിതാവിനെ കൊന്നതായിരുന്നു. അതും CIയുടെ പ്ലാനായിരുന്നു. ആ കൊലയാളി തൊട്ടു മുന്നിലിരിക്കുന്ന വിക്ടർ വോസും. സേഫ് ഹൗസിലേക്ക് റഷ്യൻ പടയാളികളെത്തി അവരിൽ നിന്ന് വെടിയേറ്റ് വിക്ടറെ രക്ഷിച്ച് പുറത്തേക്കെത്തി നിൽക്കുമ്പോഴാണ് ആവശ്യനായ അയാൾ ആ സത്യം പറയുന്നത്. വിക്ടർ ആകട്ടെ അയാൾക്കിനി അധികം സമയമില്ലെന്ന് മനസ്സിലാക്കി സിഡ്നിയോട് പോകാൻ പറഞ്ഞങ്ങനെ അവൾ ഇക്കാര്യം മൊത്തം ഹാവലോക്കിനെ അറിയിച്ചിരുന്നു. വൈകാതെ ഇത് ബ്രാഡ്ഫോർഡിനെ അറിയിക്കണമെന്ന അവളുടെ ഉദ്ദേശത്തെ തടുക്കുന്നതിന് പിന്നാലെയാണ് ഹാവലോക്കിൽ നിന്നും ഒരു കാര്യം അറിയുന്നത്. എലിസബത്തിനെ കൊല്ലാൻ നിയോഗിച്ചതോടെ വിശ്വാസം നഷ്ടപ്പെട്ട ഇയാൾ കയ്യിലെ കോൺടാക്ട് റിപ്പോർട്ട്സിനെ ചുവടുവെച്ച് ബ്രാഡ്ഫോർഡ് ആക്സസിലുള്ള ഒരു ക്ലാസിഫൈഡ് സെർവർ ട്രേസ് ചെയ്ത് കണ്ടെത്തി. അതിലൊന്നായിരുന്നു ആർക്കൈവ് 6. സിഡ്നിയുടെ പിതാവ് റോബർട്ട് സ്കോഫീൽഡ് ക്രിയേറ്റ് ചെയ്തതും ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ആർക്കൈവ് ഫയൽ. ഇതാണ് അവൻ്റെ എക്സിറ്റ് പ്ലാൻ. നാളെ ഈ പരിപാടിയെല്ലാം നിർത്തി ഓടിപ്പോയാലും ഫയൽ കയ്യിലുണ്ടെങ്കിൽ അത് പുറം ലോകത്തേക്ക് എക്സ്പോസ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് തങ്ങളെ തൊടാൻ CI വിയർക്കും. മാത്രമല്ല ഈ ആർക്കൈവിലൂടെ അച്ഛൻ എന്തായിരിക്കും പറ്റിയതിനെക്കുറിച്ചും നമുക്കറിയാൻ കഴിയുമെന്നൊക്കെ ഹാവലോക്ക് അവളെ മനസ്സിലാക്കാൻ ശ്രമിപ്പിച്ചാലും സിഡ്നിക്ക് പക്ഷേ ബ്രാഡ്ഫോർഡിന് മേൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നതാണ്. സോ ഈ ഉദ്ദേശം ഇവിടെ വെച്ച് നിർത്തിക്കാൻ താക്കീത് കൊടുത്ത് സിഡ്നി സത്യം അറിയാൻ വേണ്ടിയിട്ട് ഷാരോൺ എന്നൊരു പഴയ ഉദ്യോഗസ്ഥരുടെ വിവരം ശേഖരിക്കുന്നു. ഷാരോൺ ആയിരുന്നു വിക്ടർ വോസിൻ്റെ മിഷൻസിന് ചുക്കാൻ പിടിച്ചത്. കൂടാതെ വിക്ടറിനെതിരെ ഒടുക്കം സാക്ഷി പറയാൻ കോടതിയിൽ തയ്യാറാവാതിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഇരുവരും ഷാരോണെ തപ്പിപ്പിടിച്ച് പോയി സംസാരിച്ചതിലൂടെ സിഡ്നി റോബർട്ടിൻ്റെ മരണത്തിന് പിന്നിലെ കൈകളും ഹാവലോക്ക് ആർക്കൈവ് 6നെ കുറിച്ചും കണ്ടെത്തിയെന്നറിഞ്ഞ് ഇരുവർക്കും താക്കീത് നൽകി ഇതിവിടം കൊണ്ട് നിർത്തിയേക്ക് എന്ന് പറഞ്ഞതല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായില്ല. സിഡ്നിക്ക് ഇതോടെ ഹാവലോക്കിൻ്റെ പ്ലാനിന് മേൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവരൊരുമിച്ച് ഒരു ടേംസിലെത്തി. അതായത് ഹാവലോക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾക്കായി മാറി നിൽക്കാൻ പോവാണ്. അവരുമായി സിഡ്നിക്ക് കുറച്ച് നാളുകളായി വലിയ അടുപ്പമില്ലെന്നും ക്രോസ് ബോർഡർ ആക്ടിവിറ്റീസിലായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നും CIA ധരിപ്പിക്കുക.
അങ്ങനെ സേഫ് ഹൗസിലെ റഷ്യൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വൈകാതെ സിഡ്നിയെ ബ്രാഡ്ഫോർഡ് വിളിപ്പിച്ചു. അത് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം സംസാരിക്കാനായിരുന്നു. ആരോ സെർവറിൽ കടന്നുകൂടി ട്രേസ് ചെയ്യാൻ ശ്രമിച്ചതായി ഇവർക്ക് പിടികിട്ടി. അത് ഹാവ്ലോക്കാണെന്ന് സിഡ്നിക്കറിയാം. സേഫ് ഹൗസിൽ വെച്ച് കൊല്ലപ്പെട്ട ഈ വിക്ടർ വോസുമായി ഹാവ്ലോക്ക് എങ്ങനെ കോൺടാക്റ്റിലായെന്നും സെർവറിൽ കയറിയത് ഹാവ്ലോക്കാണെന്നും അവർ ശക്തമായി സംശയിക്കുന്നതായി പറഞ്ഞു. സിഡ്നി ഒന്നും അറിയാത്ത പോലെ ഹാവ്ലോക്കിൻ്റെ ഭാഗത്ത് നിന്നങ്ങനെ ഒരു പെരുമാറ്റവും തോന്നിയിട്ടില്ലെന്നും എന്തായാലും ഒന്ന് നിരീക്ഷിക്കാമെന്നങ്ങനെ പോയെങ്കിലും ബ്രാഡ്ഫോർഡിന് നല്ല വ്യക്തമായി മനസ്സിലായി ഇവൾ കള്ളം പറയുവാണെന്ന്. ഹാവ്ലോക്ക് വൈകാതെ ആർക്കൈവിൽ നിന്നും അറ്റ് വാട്ടർ പ്രോട്ടോകോൾ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് സിഡ്നി മനസ്സിലാക്കി തൻ്റെ പിതാവിനെക്കുറിച്ച് എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുന്ന ബ്രാഡ്ഫോർഡിൻ്റെ കൈകൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ ഉണ്ടെന്നുള്ളത്. ആർക്കൈവ് ഡൗൺലോഡ് ആക്കിയതോടെ ഇനി അധികം സമയം അവിടെ തുടരാനാവില്ലെന്നും ഇനി ഈ ഒരു ബലത്തിൽ സിയെ പേടിക്കാതെ എവിടെ വേണമെങ്കിലും കടന്നു കളയാമെന്നും ഹാവ്ലോക്ക് നിർബന്ധിച്ചതെ തുടർന്ന് അവൾ അമ്മയെ കാണാനെത്തിയപ്പോൾ പിന്നെ അവിടെ ഓരോ സത്യങ്ങളുടെ ചുരുൾ അഴിയുകയായിരുന്നു. സിഡ്നി ഒന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെ അവളും സിയെയുമായി എന്തോ പൊരുത്തക്കേടുണ്ടെന്ന് മനസ്സിലാക്കി അത്രയും കാലം മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അറിയാനായി അമ്മ വഴികാട്ടിയത് വിൻസെൻ്റ് തിയാഗോയ്ക്ക് അടുത്തേക്കായിരുന്നു. 24-ാം വയസ്സിൽ അയാൾ റോബർട്ടിനൊപ്പം കൂടി അദ്ദേഹം കൊല്ലപ്പെടുന്നതുവരെ 6 കൊല്ലം ഒരുമിച്ചായിരുന്നു. റോബർട്ടിനെ വധിച്ചത് അറ്റ് വാട്ടർ പ്രോട്ടോക്കോളിൻ്റെ രഹസ്യത്തെയും ആർക്കൈവ് 6 സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ടാണ്. സിഡ്നിയുടെ അച്ഛൻ ഈ പ്രോട്ടോകോൾ ശത്രുസംഹാരത്തിനായി കണ്ടപ്പോൾ പക്ഷേ ബ്രാഡ്ഫോർഡ് ഒരു സുവർണാവസരമായി കണ്ടു. എന്തിന്? ഏജൻസിക്കെതിരെ തിരിയുന്ന എല്ലാവരെയും വേരോടെ പിടിതെറിയാൻ. രഹസ്യം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് നിരവധി ഏജൻസിനെ ഇവർ വകവരുത്തി. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി രാഷ്ട്രീയ ഉന്നതരെ ടാർഗറ്റ് ചെയ്തതോടെ റോബർട്ട് ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് ദൗർഭാഗ്യവശാൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വധിക്കുകയായിരുന്നു. പബ്ലിക്കിനോടായി ബ്രാഡ്ഫോർഡ് റോബർട്ട് ചെയ്ത് ജീവത്യാഗമാണെന്ന് വാഴ്ത്തപ്പെട്ടപ്പോൾ പക്ഷേ വിൻസെന്റിന് അറിയാമായിരുന്നു സിഐയാണ് റോബർട്ടിൻ്റെ മരണത്തിന് കാരണമെന്ന്. കാരണം കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾ മുന്നേ ഇദ്ദേഹം വിൻസെന്റിനെ കണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിഐയാണ് കാരണമെന്നും അത് പബ്ലിക്കിനെ അറിയിക്കണമെന്നും പറഞ്ഞ് കുറേ വിവരങ്ങൾ കൈമാറിയിരുന്നു. വിൻസെന്റ് ഇതൊരു ഭ്രാന്താണെന്ന് കരുതി ഒടുക്കം അതേപോലെ നടന്നപ്പോൾ ഇക്കാര്യം സിഡ്നിയുടെ അമ്മയ്ക്കടുത്തേക്ക് പോയി അറിയിച്ചു. പക്ഷേ അവരുടെ ബ്രാഡ്ഫോർഡിനോടുള്ള ഭീതിയിൽ വിൻസെന്റ് എക്സ്പോസ് ചെയ്യാനുള്ള ധൈര്യം കാട്ടാതെ ഒളിവിൽ പോവുകയായിരുന്നു, തന്നെ പറ്റിയുള്ള സകല വിവരങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ട്. എന്നാൽ ഇപ്പോൾ സിഡ്നിയുടെ കയ്യിൽ തെളിവുണ്ട്. ആർക്കൈവ് 6 അച്ഛൻ നേരിട്ട കൊടും വഞ്ചിനെ എക്സ്പോസ് ചെയ്യാൻ കൂടെ ഉണ്ടാകുമെന്ന് വിൻസെന്റ് സിഡ്നിക്കൊപ്പം കൂടി അതിനിറങ്ങി തിരിക്കും മുന്നേ പക്ഷേ ഹാവ്ലോക്ക് പിടിക്കപ്പെട്ടു. സെർവറിൽ നിന്ന് വിവരങ്ങൾ കൈക്കലാക്കിയത് ഹാവ്ലോക്ക് തന്നെയാണെന്ന് ബ്രാഡ്ഫോർഡിൻ്റെ കീഴിലുള്ള സംഘം സ്ഥിരീകരിച്ചപ്പോൾ സിഡ്നിയെ വിളിപ്പിച്ചു. കാരണം അവളുടെ അധീനതയിലല്ലായിരുന്നു ഹാവ്ലോക്ക്. അവൾക്കിതേപ്പറ്റിയൊന്നും അറിയില്ലെന്നും താൻ ഹാവ്ലോക്കിനെ അടുത്തെത്തിക്കാൻ വഴിയൊരുക്കുമെന്നൊക്കെ ഒന്നും അറിയാത്ത ഭാവത്തിൽ താല്പര്യം കാട്ടിയെങ്കിലും ഉദ്യോഗസ്ഥർ കർശനമായി സിഡ്നിക്കെതിരെ തിരിഞ്ഞു. അവൾക്കും ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം മൂലം അങ്ങനെയാണ് സിഐയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. ഹാവ്ലോക്കിനെ പിടിക്കാൻ ഓൾറെഡി ബ്രാഡ്ഫോർഡ് അയച്ച സംഘത്തെ ചേർത്ത് ഹാവ്ലോക്ക് നാടുവിടാനായി ഒരു പ്ലാൻ ഇട്ട് ഇന്ന ദിവസം റഷ്യയിലെ ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞ് കട്ട് ചെയ്തെങ്കിലും സിഡ്നിയുടെ മനസ്സിൽ അവളുടെ അച്ഛൻ അനുഭവിച്ച ദ്രോഹത്തിൻ്റെ കാരണക്കാരെ വെളിച്ചത്തിലെത്തിക്കുക എന്നതായിരുന്നു. ആർക്കൈവിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡെഡ് മാൻ സ്വിച്ച് എന്ന ആ 72 മണിക്കൂർ ടൈമർ പ്രോഗ്രാം ഹാവ്ലോക്ക് സെറ്റ് ചെയ്യുന്നതും ഈ സമയത്താണ്. രഹസ്യമായി റഷ്യയിലുള്ള പറഞ്ഞിരുന്ന ഹോട്ടൽ മുറിയിലേക്ക് എത്തിയെങ്കിലും സിഡ്നി അവിടെ ഉണ്ടായില്ല. ഹാവ്ലോക്ക് മനസ്സിലാക്കി സിഡ്നി ബ്രാഡ്ഫോർഡിനെ വീഴ്ത്താൻ ഇറങ്ങി തിരിച്ചെന്ന്. പക്ഷേ അത് വലിയ അപകടമാണ്. മാത്രമല്ല ഹാവ്ലോക്കില്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവന് ഉറപ്പായിരുന്നു. സിഡ്നി എല്ലാം കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് ഇമോഷണലി സംസാരിച്ച് നിൽക്കെ ജാരന്മാർ വഴി അറിഞ്ഞ് സ്പെഷ്യൽ ഫോഴ്സ് ഹാവ്ലോക്കിനെ പിടികൂടാൻ അവിടേക്കെത്തി. ഓടി രക്ഷപ്പെടാൻ സിഡ്നി കരഞ്ഞു പറഞ്ഞെങ്കിലും പക്ഷേ അവിടെ അവൻ നിസ്സഹായനായിരുന്നു. അങ്ങനെയാണ് ഹാവ്ലോക്കിനെ റഷ്യയിൽ നിന്നും പിടികൂടിയത്. ഈ ഒരു സംഭവത്തോടെ സിഡ്നി ഭാര്യമേറിയ മനസ്സോടെ ആ നിർണായക തീരുമാനം എടുക്കുകയാണ്. ഹാവ്ലോക്കിനി എന്തായാലും പുറലോകം കാണില്ല. ബ്രാഡ്ഫോർഡിൻ്റെയും സംഘത്തിൻ്റെയും അന്യായ ടോർച്ചർ അനുഭവിച്ച് മരണപ്പെടുക തന്നെ ചെയ്യും. ഇനി അത് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു കടുത്ത പരിപാടി. എന്തായാലും റഷ്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഹാവ്ലോക്കിനെ മാറ്റാൻ നോക്കും. തൊട്ടടുത്തുള്ളത് അലാസ്കയിലെ ഫെയർബാങ്ക്സിനടുത്തുള്ള ബേസാണ്. അവിടേക്ക് എത്തിച്ച് കാർഗോ പ്ലെയിനിലോ ഫ്യൂൽ ടാങ്കർ ലോറിയിലോ മറ്റോ ഗവൺമെൻറ്റിൻ്റെ പോലെ രഹസ്യമായി കൊണ്ടുവരാൻ നോക്കും. അത് ക്രാഷ് ചെയ്യിക്കുക. മുൻപ് ഹാവ്ലോക്ക് സിഡ്നിയും കൂടി കണ്ടുപിടിച്ച ആ മാൽവെയർ പ്രോഗ്രാം ഉപയോഗിച്ച് ഈ ദൗത്യത്തിനായി വിൻസെന്റിനെ നിയോഗിക്കുകയാണ്. കാരണം ഹാവ്ലോക്ക് മരണപ്പെട്ടാൽ ആ ഡെഡ്മാൻ സ്വിച്ച് പിന്നെ റീസെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 72 മണിക്കൂർ കഴിയുന്നതും ആർക്കൈവ് 6 നിരവധി പേരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതോടെ ബ്രാഡ്ഫോർഡ് എക്സ്പോസ്ഡ് ആകും. അങ്ങനെ മാൽവെയർ നിർമ്മിച്ച ആളെ കണ്ട് അതുമായി വിൻസെന്റ് അലാസ്കയിലേക്ക് എത്തുന്നു. ഈ ഒരു കാര്യമാണ് പിന്നീട് ഫ്രാങ്ക് കണ്ടെത്തുന്നത്. ക്രാഷിന് മുന്നേ തന്നെ വിൻസെന്റ് നാട്ടിലേക്ക് എത്തിയിരുന്നു എന്ന ഇൻഫർമേഷൻ. പിതാവിൻ്റെ നീതിക്കായി പ്ലെയിൻ ക്രാഷാണ് ഏക വഴിയെന്ന് സിഡ്നിക്കറിയാം. ഹാവ്ലോക്കിനെ കൊല്ലേണ്ടി വരുന്നത് അവൾക്ക് താങ്ങാവുന്നതിന് മുകളിലാണ്. പക്ഷേ അവൻ സിയുടെ കയ്യിലെത്തിയപ്പോഴേ അവൻ്റെ വിധി എഴുതപ്പെട്ടു. പിതാവിൻ്റെ നീതിക്ക് വേണ്ടിയെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്രത്തോളം ഡിപ്രസ്ഡാണ്. ഒരു ആൽക്കഹോളിക്കാവുന്ന അത്രയും. അങ്ങനെ തടവിലേക്ക് കിട്ടിയ ഒരു കൂർത്ത കമ്പി പല്ല് പറിച്ചതിൽ തിരികെയിരിക്കുന്ന ഹാവ്ലോക്കിനെ ബേസിലേക്ക് എത്തിക്കുമ്പോഴെല്ലാം വിൻസെന്റും അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഒരു ഫൈനൽ കോൾ സ്ട്രെസ്ഡായി സിഡ്നിയെ വിളിച്ചിട്ട് ആ പദ്ധതി നടപ്പാക്കി. പ്ലെയിൻ ക്രാഷും ഉണ്ടായി. ഹാവ്ലോക്ക് പ്ലെയിൻ പൊട്ടിത്തെറിക്കാതിരിക്കാൻ കൺട്രോൾ ഏറ്റെടുത്ത് ഒരു ക്രാഷ് ലാൻഡിംഗ് നടത്തി. പക്ഷേ പിറ്റേന്നാണ് അവൾ വിൻസെന്റിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിയുന്നത്. അത് കാർഗോ പ്ലെയിൻ അല്ലായിരുന്നെന്നും ഇൻവേഴ്സിനെ കൊണ്ടുപോവുകയായിരുന്ന ഒന്നാണെന്നും.
കുറേ സാക്ഷികളും സർവൈവേഴ്സും ഉണ്ടെന്നും ഹാവലോക്ക് മരിച്ചു എന്ന് ഉറപ്പില്ലെന്നുള്ള വിവരത്തിൽ അവൾ പരിഭ്രാന്തിയായി. തുടർന്നാണ് അങ്ങനെ നമ്മൾ തുടക്കം കണ്ട പോലെ ബ്രാഡ്ഫോർഡ് സിഡ്നിയെ തിരികെ വിളിപ്പിച്ച് അവൾക്ക് ചുമതല നൽകി ഫ്രാങ്കുമൊത്ത് അന്വേഷണം നടത്തി പല സംഭവ വികാസങ്ങൾക്കും ശേഷം അങ്ങനെ ദേ ഇപ്പോൾ വാനിൽ വെച്ച് ഒരു വധശ്രമവും കഴിഞ്ഞ് സിഡ്നി ഹാവലോക്കിന് നേരെ തോക്കും ചൂണ്ടി നിൽക്കുന്നു. ഉള്ളിൽ നല്ല വിഷമമുണ്ടെങ്കിലും തൻ്റെ ഭർത്താവായ ഹാവലോക്കിനെ കൊല്ലാൻ തന്നെയാണ് അവളുടെ ഉദ്ദേശം. കാരണം ഡെഡ് മാൻ സ്വിച്ച് ആക്ടിവേറ്റ് ആകുമല്ലോ. പക്ഷെ അവൾ അറിഞ്ഞിട്ടില്ല ആ പ്രോഗ്രാം ഓൾറെഡി ബ്രാഡ്ഫോർഡ് സംഘം നിർവീര്യമാക്കിയതായി. ഈ ഒരു നിമിഷത്തിൽ ഹാവലോക്ക് പറയുമ്പോഴാണ് അത് അവൾ അറിയുന്നതും ഷോക്കാവുന്നതും. ഉടൻ ബ്രാഡ്ഫോർഡിനെ വിളിച്ച് തിരക്കുന്നതും അവരത് മറച്ചു വെച്ചതായിരുന്നു എന്നറിയുന്നു. റീസൺ സിഡ്നിയാണ് ക്രാഷിന് കാരണമെന്നും തങ്ങളെ പൂട്ടിക്കാൻ നോക്കുകയാണെന്നും അവർക്ക് മനസ്സിലായി. ബ്രാഡ്ഫോർഡ് അവളെയും പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. കാര്യങ്ങൾ വീണ്ടും സിഡ്നിയുടെ കൈവിട്ടു പോകുന്ന സാഹചര്യം. വില്ലനാണേലും തുടക്കം മുതലേ ഹാവലോക്കിൻ്റെ ഓരോ ബുദ്ധികളൊക്കെ കാണുമ്പോൾ നമ്മൾ പലർക്കും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടല്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ അഡ്മയർ ചെയ്യുന്ന മറ്റൊരു സംഭവം കൂടി വിറ്റ്നസ് ചെയ്യുവാണ്. ഡെഡ് മാൻ സ്വിച്ച് പോയപ്പോഴത്തേക്കും അവൻ തിരഞ്ഞുപിടിച്ച് നേവിയുടെ കപ്പലിലേക്ക് കയറിയാൽ നമ്മൾ മുമ്പ് കണ്ടിരുന്നില്ലേ. അവിടുത്തെ ആക്സസ് വഴി ആർക്കൈവ് റീകൺസ്ട്രക്ട് ചെയ്ത് ഒരു ഹാർഡ് കോപ്പിയാക്കി മാറ്റിയിരുന്നു. അത് അവൾക്ക് കൈമാറുവാണ്. ഹാവലോക്കിന് സിഡ്നിയോട് ഇപ്പോഴും സ്നേഹം തന്നെ. ചങ്കു പറിച്ചു കൊടുക്കുന്ന സ്നേഹമല്ല, വയറ് പറിച്ചു കൊടുക്കുന്ന സ്നേഹം. ബ്രാഡ്ഫോർഡിനെ ഒറ്റയ്ക്ക് നേരിടാൻ നിൽക്കരുതെന്ന് അപ്പോഴും ഹാവലോക്ക് താക്കീത് നൽകുന്നെങ്കിലും അതൊരു ചിരിയിൽ ഒതുക്കുന്ന സിഡ്നിക്ക് ശേഷം നമ്മൾ പിന്നെ കാണുന്നത് ഫ്രാങ്കിനെയാണ്. ആ അപകട സ്ഥലത്തേക്ക് അയാളെത്തി ഹാവലോക്കിനെ ഫ്രീസാക്കുമ്പോൾ സിഡ്നി അവളെ അവിടുന്ന് തടിതപ്പിയിരിക്കുന്നു. എങ്ങോട്ടേക്ക്? ഇനി എന്താണ് അവളുടെ ഉദ്ദേശം? കുറേ കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തന്ന ഒരടിപൊളി എപ്പിസോഡ് ഇവിടെ തീരുമ്പോൾ ഇനി ശേഷിക്കുന്നത് 2 അധ്യായങ്ങൾ കൂടി. അപ്പോൾ പുതിയ കാഴ്ചകളുമായി കാത്തിരുന്നു കാണാം. ശുഭമസ്തു.